നാളെ മുതൽ വമ്പൻ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് UAE. പാർക്കിംഗ് ടോൾ ഫീസുകൾ വർദ്ധിക്കും. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് ഇനി മുതൽ എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം ലഭിക്കും. UAEയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെ ജൂൺ 1 ഏതാണ്ട് 9 ദിവസത്തെ പെരുന്നാൾ അവധിക്ക് ശേഷം സ്കൂളുകളൊക്കെ വീണ്ടും തുറക്കുകയാണ്. മാത്രമല്ല മറ്റ് ജോലി സ്ഥലങ്ങളിലൊക്കെയും വീണ്ടും തൊഴിലാളികൾ എത്തുന്നു. പുതിയൊരു മാസം തുടങ്ങുന്നു. ഈ മാസം UAEയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം കാതലായ പല മാറ്റങ്ങളും UAEയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാസമാണിത്. പ്രധാനമായിട്ടും ശമ്പള വിതരണം, ഒപ്പം തന്നെ ഈ വാറ്റ് നികുതി, പ്രായപരിധി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ മാറ്റമാണ് ഈ മാസം മുതൽ UAEയിൽ വരാൻ പോകുന്നത്. ഇതിൽ പലതും വളരെ പ്രധാനമുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അത് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം നൽകണം എന്നുള്ള ഒരു തീരുമാനമാണ്, ഒരു ഉത്തരവാണ്. അതായത് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകണം എന്നുള്ള ഒരു ഉത്തരവ് പുറത്ത് വന്നിരുന്നു. അത് നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതായത് സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും നാളെ മുതൽ, അതായത് എല്ലാ മാസവും ഇനി 1-ാം തീയതി ശമ്പളം ലഭിക്കും. അവർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ഈ മാസം 1-ാം തീയതി ലഭിക്കും, നാളെ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഒപ്പം തന്നെ ശമ്പളം നൽകാത്തവർക്ക് വലിയ പിഴത്തുകയൊക്കെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിന് ചെറിയ ഇളവുകളൊക്കെ നൽകും. പക്ഷേ അതിനുശേഷം കൃത്യമായി 1-ാം തീയതി ശമ്പളം നൽകാത്തവർക്ക് കാര്യമായിട്ടുള്ള പിഴ ഏർപ്പെടുത്തുന്നതാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം, ദുബായിൽ പാർക്കിങ്ങിന് നാളെ മുതൽ പണം കൂടുതൽ നൽകേണ്ടി വരും, കൂടുതൽ തുക നൽകേണ്ടി വരും. അത് വാറ്റ് കൂട്ടിയത് കൊണ്ടാണ്. 5% മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് കൂട്ടിയിട്ടുണ്ട് പാർക്കിങ്ങിന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർക്കിങ്ങിൻ്റെ ഫീസ് കൂടുന്നതാണ്. ഒപ്പം തന്നെ സാലിക് ടോളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആ സാലിക്ക് ആ ടോളിലും വാറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിന്, പൊതുവെ വാഹന ഉപയോഗത്തിന് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ ഈ പെട്രോളിൻ്റെ വില നാളെ മുതൽ കൂടുന്നുണ്ട്. അതും ഏതാണ്ട് കഴിഞ്ഞ മാസം കൂടിയതുപോലെ തന്നെ ഈ മാസവും കൂടിയിട്ടുണ്ട്. അപ്പോൾ 3 തരം പെട്രോളിനും വില കൂടിയിട്ടുണ്ട്, ഡീസലിന് വില കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർക്കിംഗ് മീറ്ററുകൾ പൂർണ്ണമായിട്ടും പണരഹിതമാകും എന്നുള്ളതാണ്. കാർഡുകൾ ഉപയോഗിച്ച് മാത്രമേ അവിടെ പേയ്മെൻറ്റുകൾ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു നിയമമായി നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന കാര്യമാണ്. ഒപ്പം ഈ പ്രായപൂർത്തിയാകാനുള്ള പ്രായം 18 വയസ്സായി കുറച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ 2025 ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ 25 പ്രകാരം അത് ഭേദഗതി നടത്തിയിട്ടാണ് ഇപ്പോൾ 21 നിന്നും 18 എന്നുള്ള വയസ്സാക്കി ഈ പ്രായപൂർത്തിയാകുന്ന വയസ്സ് കുറച്ചിരിക്കുന്നത്. എന്തായാലും ദൈനംദിന ചെലവുകൾ കൂടും എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ശമ്പളം നേരത്തെ ലഭിക്കും, കൃത്യസമയത്ത് ലഭിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയൊരു മാറ്റത്തിനാണ് ഈ ജൂൺ 1 മുതൽ UAE സാക്ഷിയാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.